ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തു യേശുവായി ചെയ്തതെന്താണ് എന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ കേട്ടതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നമ്മളിന്ന് ചിന്തിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായങ്ങളിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ അധ്യായങ്ങളാണ്. 1-ാം അധ്യായത്തിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദ്യത്തെ 6 ദിവസം കൊണ്ട് ദൈവം സകലതും സൃഷ്ടിച്ച ശേഷം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന് സകല പ്രപഞ്ച ജീവജാലങ്ങളുടെ മേൽ അധികാരം കൊടുത്തു. എന്നിട്ട് മണ്ണുകൊണ്ടൊരു രൂപമുണ്ടാക്കി ആ രൂപത്തിലേക്ക് ദൈവം ഊതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായെന്നാണ് മലയാളം ബൈബിൾ എഴുതിയേക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്. ജീവ ആത്മാവായി മാറി. ഇങ്ങനെ ജീവാത്മാവായ മനുഷ്യന് സകല അധികാരവും കൊടുത്തിട്ട് 7-ാം ദിവസം സൃഷ്ടാവായ ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വിശ്രമിച്ചു. തെളിവ് കൊരിന്ത് ലേഖനത്തിൽ നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം എന്നുള്ള വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ദൈവം അവിടെ വിശ്രമിച്ചു. സകല അധികാരവും മനുഷ്യന് കൊടുത്തു. ഈ അധികാരം മനുഷ്യന് കൊടുത്ത ശേഷം ആദത്തിൻ്റെ ഭാര്യയായ ഹവ്വയുടെ അടുത്ത് ഈ അധികാരം ഉള്ളപ്പോൾ തന്നെ തോട്ടം സൂക്ഷിക്കാനും പരിപാലിക്കാനും ഒക്കെ അധികാരം കൊടുത്തിരുന്ന സമയത്ത് ആ സൂക്ഷിക്കാനുള്ള അധികാരത്തിൻ്റെ നിർവചനം കൃത്യമായി മനസ്സിലാക്കാതെ ഹവ്വ ശത്രുവായ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ അവളുടെ അടുത്ത് വന്നപ്പോൾ അവനുമായി ഒരു സ്നേഹബന്ധം സ്ഥാപിക്കുകയും അവൻ്റെ പ്രേരണ പ്രകാരം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഇവൾ കഴിക്കുകയും, ഇതിനു മുമ്പ് ദൈവം ഇവരോട് തോട്ടത്തിലാക്കിയപ്പോൾ, ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഇവരെ ആക്കിയപ്പോൾ ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞിരുന്ന നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മോശമായ സാത്താനുമായുള്ള കൂട്ടുകെട്ട് മൂലം അവൻ്റെ പ്രേരണയാൽ ഹവ്വ കഴിക്കുകയും, ആ വൃക്ഷത്തിൻ്റെ ഫലം എന്നാൽ അത് സാത്താൻ തന്നെ ആയതിനാൽ ആ വൃക്ഷത്തിൻ്റെ ഫലത്തിനകത്ത് ഒളിഞ്ഞിരുന്ന മരണം എന്ന പൈശാചിക ശക്തി ആദിമാതാവായ ഹവ്വയുടെയും ആദത്തിൻ്റെയും രക്തത്തിൽ കലരുകയും, ആ ഉൽപ്പത്തി 3:20 പ്രകാരം അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവായതുകൊണ്ട് അവളിൽ നിന്ന് പ്രസവിച്ച സകല വ്യക്തികളിലേക്കും ഈ വിഷം രക്തത്തിലൂടെ പകരുകയും, അങ്ങനെ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരുടെയും രക്തത്തിനകത്ത് ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചപ്പോൾ സാത്താൻ അകത്ത് കയറിയിട്ട് നമ്മൾ ഭക്ഷണം പാനീയങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിനകത്തുള്ള വൈറ്റമിൻസ് അല്ലെങ്കിൽ അതിൻ്റെ മാംസ്യങ്ങൾ നമ്മുടെ ശരീരത്തിലെ മാംസവും രക്തവുമായി മാറുന്നത് പോലെ, നമുക്ക് ജീവനായി മാറുന്നത് പോലെ, ബലമായി മാറുന്നത് പോലെ, ഈ സാത്താൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നു കഴിഞ്ഞപ്പോൾ അത് ആദി മാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹവ്വയുടെയും ശരീരത്തിൽ മാംസമായും രക്തമായും മാറി. അവരുടെ ശരീരത്തിൽ അത് അധികമായി ഓടിയപ്പോൾ അവരുടെ ഉള്ളിൽ വസിച്ചിരുന്ന ക്രിസ്തു പാപവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് അവരിൽ നിന്ന് പുറത്തിറങ്ങുകയും, അപ്പോൾ തന്നെ ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും, തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ജീവാത്മാവായ വ്യക്തികൾ ജീവൻ മാത്രമായി പുറത്തിറങ്ങുകയും, ആ ആത്മാവ് വസിക്കേണ്ട സ്ഥലത്ത് പകരം ദുരാത്മാവ് അവിടെ കയറി വസിക്കുകയും, അങ്ങനെ പിന്നീട് വന്ന തലമുറകളിലേക്കെല്ലാം ഈ പിശാചിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ മരിക്കുകയും ജീവനെയും കൊണ്ട് അവൻ പാതാളത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസരം പ്രപഞ്ചത്തിലുണ്ടായിരുന്നു. ഇതിനെ തകർക്കാൻ രക്ഷാകര പദ്ധതിക്ക് സൃഷ്ടാവായ ക്രിസ്തു തന്നെ ഭൂമിയിൽ ഇറങ്ങി വന്നു. അവൻ എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, ആദത്തിൻ്റെ തലമുറയിൽ, അബ്രഹാമിൻ്റെ തലമുറയിൽ, ദാവീദിൻ്റെ തലമുറയിൽ, ജോസഫിൻ്റെ തലമുറയിൽ മറിയത്തിൻ്റെ മകനായി മറിയത്തിൽ നിന്ന് ശരീരം എടുത്തു. ഈ മറിയത്തിൽ നിന്ന് ശരീരം എടുക്കുമ്പോൾ തന്നെ ഭൂമിയിലെ സകല മനുഷ്യരുടെയും രക്തത്തിൽ 23 + 23 = 46 ക്രോമസോമുകൾ ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യരുടെ ഇന്നും ഉണ്ട്.
അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ്റെ അപ്പൻ്റെ ശരീരത്തിൽ നിന്ന് 23 ക്രോമസോമുകളും അമ്മയുടെ ശരീരത്തിൽ നിന്ന് 23 ക്രോമസോമുകളും ഉൾപ്പെടെ 46 ക്രോമസോമുകൾ ഒരു വ്യക്തിയുടെ ശരീരത്തിലുണ്ട്. ഈ 46 ക്രോമസോമുകളുള്ള വ്യക്തിയുടെ ശരീരം ഒരു മുറിവുണ്ടായാൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ആ രക്തം കട്ടയാകും. എന്നാൽ 23 ക്രോമസോമുള്ള രക്തം ഒരിക്കലും കട്ടയാവില്ല എന്ന സത്യത്തിൽ ഇത് ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ട് മറിയത്തിൽ നിന്ന് ശരീരം എടുത്തതുകൊണ്ട് അവളിൽ മാത്രമുള്ള 23 ക്രോമസോം ആയിരുന്നു യേശുവിൻ്റെ രക്തത്തിലുണ്ടായിരുന്നത്. പുരുഷൻ്റെ സഹായമില്ലാഞ്ഞതുകൊണ്ട് പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള 23 ക്രോമസോം യേശുവിൻ്റെ രക്തത്തിലില്ലായിരുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. ഈ യേശു ഭൂമിയിൽ വന്നപ്പോൾ ഈ സാത്താന്യ ശക്തിക്കകത്ത് കയറി, അല്ലെങ്കിൽ ഈ തലമുറയ്ക്കകത്ത് കയറി അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യേശു ക്രിസ്തു ആ യോസഫിൻ്റെ മകനായി ഈ തലമുറയ്ക്കകത്ത് കയറി മനുഷ്യ അവതാരമെടുത്ത് ഭൂമി വന്ന് 30 വർഷം ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ അവൻ സ്നാനപ്പെട്ട് അവൻ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്ന് നിറഞ്ഞ് അവൻ 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷ ചെയ്തു. അവസാനം 3.5 വർഷമായപ്പോൾ യഥാർത്ഥത്തിൽ രക്ഷാകര പദ്ധതി തൻ്റെ ശരീരത്തിലുള്ള രക്തം മുഴുവൻ ഒഴുക്കിക്കളയണം. അതിനുവേണ്ടി സ്വർഗം തന്നെ പ്ലാൻ ചെയ്ത പദ്ധതി പ്രകാരം അവനെ ഈ ഭൂമിയിലെ പൈശാചിക ശക്തികൾ അവനെ അറിയാതെ തന്നെ ക്രൂശിച്ചു. എന്നാൽ സ്വർഗമെല്ലാം അറിഞ്ഞിരുന്നു. അങ്ങനെ യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവൻ്റെ ഈ കയ്യിലെ പ്രധാന ഞരമ്പുകളും കാലിൻ്റെ കുതിഞരമ്പ് സഹിതം കാലുകളുടെ അസ്ഥിയും പാദവും കൂടെ ചേരുന്ന ഭാഗത്തും കൂടെ ബോൾട്ട് കയറി കുതിഞരമ്പുകൾ രണ്ടും മുറിച്ച് 3.5 മണിക്കൂർ നേരം കാൽവരി ക്രൂശിൽ കിടന്ന് വലിയ ശക്തിയിൽ പെടഞ്ഞ് ശരീരത്തിലെ ഏറ്റവും അവസാനത്തെ രക്തം വരെ ചിന്തിയപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് സാത്താൻ്റെ പിടി വെളിപ്പോയി. അതായത് ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്ന ഏത് മനുഷ്യനും മരിക്കുന്നതിന് 1 സെക്കൻഡ് മുമ്പെങ്കിലും അല്ലെങ്കിൽ 1 മിനിറ്റ് മുമ്പെങ്കിലും അബോധാവസ്ഥയിലാവും. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഈ അബോധാവസ്ഥയിലായി കഴിഞ്ഞാൽ പിന്നീട് അവൻ മൂക്കിൽ ശ്വാസം വലിക്കുകയല്ല, അവൻ വലിക്കുന്നത് വായിൽ കൂടിയാണ്. ഇതിനെ ചക്രശ്വാസം വലിക്കുക എന്ന് പറയും. ഇത് എസെക്കിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം ശ്രദ്ധയോടെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ചക്രശ്വാസം വലിക്കുന്ന സമയത്ത് അവൻ്റെ ശരീരത്തിൽ ബ്ലഡ് കട്ടയാകുകയും അത് ഇവൻ്റെ ശരീരത്തോടൊപ്പം കിടക്കുകയും അടക്കുമ്പോൾ ഈ ബോഡിക്കകത്തും സാത്താൻ അവകാശമുണ്ട്. അതായത് വിഷമായി ആദി പിതാക്കന്മാരിലൂടെ അകത്ത് കയറിയത് ശരീരത്തിനകത്ത് മുഴുവൻ വ്യാപരിച്ച് മജ്ജയ്ക്കകത്ത് വ്യാപരിച്ച് രക്തത്തിൻ്റെ നിർമ്മാണം തൊട്ട് സകല സ്ഥലത്തും ഇവൻ ആധിപത്യമുള്ളത് കൊണ്ട് അങ്ങനെ മരിക്കുന്ന വ്യക്തികളെ മരണശേഷം ഇവൻ്റെ തടവറയായ പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ യേശുവിൻ്റെ മരണത്തിന് മുമ്പുള്ള സകല വിശുദ്ധന്മാർ പോലും ആ പാതാളത്തിലേക്ക് പോയെങ്കിൽ യേശു കാൽവരിയിൽ മരിച്ചത് ഒരു ദിവസം രാവിലെ 9 മണിക്ക് യേശുവിനെ തറച്ചു, 12 മണിക്ക് യേശു മരിച്ചു, 3 മണി വരെ ദേശത്ത് ഇരുട്ടായിരുന്നു. 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ യേശു മരിച്ചോന്നറിയാൻ വേണ്ടി പട്ടാളക്കാർ വന്നു. എന്നിട്ട് കുന്തം വെച്ച് കുത്തി നോക്കിയപ്പോൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് ഒരു തുള്ളി ചോരയും പിന്നെ ചോരയില്ലാത്തതുകൊണ്ട് വെള്ളവും പുറത്തു വന്നു. യേശുവിനെ പിലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ ശരീരത്തിലെ സകല അവയവങ്ങളും ചമ്മട്ടികടാൽ തകർക്കപ്പെട്ടപ്പോൾ യേശുവിൻ്റെ നല്ലൊരു ഭാഗം രക്തം വെളിപ്പോയി. തലയിൽ മുൾമുടി 2 ഇഞ്ച് നീളമുള്ള മരമുള്ളുകളുള്ള അതിശക്തമായ മുൾമുടി കുത്തിക്കയറ്റിയപ്പോൾ തലയിൽ നിന്നും രക്തം പോയി. ബാക്കി അവസാനം യേശു ഈ കാൽവരിയിൽ ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്ന 3 മണിക്കൂർ നേരത്തെ ആ ശ്വാസം വലിക്കുന്ന സമയത്ത് ഇവൻ്റെ ശരീരത്തിലുള്ള ഓരോ തുള്ളി രക്തങ്ങളും പമ്പ് ചെയ്ത് വെളിപ്പോയി. അവസാനം ഒരു തുള്ളി രക്തമില്ലാതെ യേശു മരിച്ചു. യേശു മരിക്കുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പല മെസ്സേജുകളോടെ കേട്ടു. പിതാവും സൈന്യവും അവിടെ ഉണ്ടായിരുന്നു, പുത്രൻ്റെ ബലി സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി അങ്ങോട്ട് ഇറങ്ങിയാൽ എല്ലാം തീരുമെന്നുകൊണ്ടാണ് യേശു അങ്ങനെ പ്രാർത്ഥിച്ചത്. എന്നിട്ട് അവസാനം യേശു പിതാവിൻ്റെ കയ്യിലോട്ട് തൻ്റെ ആത്മാവിനെ കൊടുത്ത് നിലവിളിച്ചുകൊണ്ട് ജീവൻ വിട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് നമ്മൾ പറഞ്ഞു. യേശു ഈ സർവ്വ സംവിധാനങ്ങളോടും കൂടെ പാതാളത്തിലേക്ക് പോയി. അവിടെ യേശുവിന് മുമ്പ് മരിച്ച തടവിലായിരുന്ന ആത്മാക്കളോട് സുവിശേഷം അറിയിച്ച് പാതാള സെല്ലുകൾ, ജയിലുകൾ തകർത്ത് അവരെയുമായി തിരിച്ചു വരികയും 3-ാം ദിവസം, അതായത് വെള്ളിയാഴ്ച വൈകിട്ട് ഒരു 6 മണിക്കുപ്പുറം യേശുവിനെ അടക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രിയിൽ, ശനിയാഴ്ച പകൽ മുഴുവൻ, ഞായറാഴ്ച വെളുപ്പിനെ ഏതാണ്ട് 3 മണിക്ക് അപ്പുറം പോകാതെ ഏതാണ്ട് 30 മുതൽ 33 മണിക്കൂർ സമയമാണ് യേശുവിൻ്റെ ബോഡി
സെല്ലിനകത്തിരുന്നത്. യേശു മരിച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി, പ്രപഞ്ചം മുഴുവൻ പ്രശ്നമായി, പാറകൾ പിളർന്നു. അങ്ങനെ പ്രപഞ്ചത്തിൽ ഭയങ്കരമായ ലക്ഷ്യങ്ങൾ കണ്ടു. കാരണം ഇതെല്ലാം യേശുവിനാൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ്, ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ ഇതിനെല്ലാം ശേഷം യേശു എന്ത് ചെയ്തു? യേശു ഉയർത്ത കൂട്ടത്തിൽ വിശുദ്ധന്മാരെല്ലാം എഴുന്നേറ്റ് വന്നു. അതോടുകൂടി ഈ പാതാളത്തിലുണ്ടായിരുന്ന മരിച്ച വ്യക്തികളുടെ തടവറ തന്നെ മുകളിലേക്ക് ഉയർത്തി എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ ഉയർത്തിയ ശേഷം യേശു ഈ മരിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മേശ നമുക്ക് പരിചയപ്പെടുത്തി, അപ്പത്തെയും വീഞ്ഞിനെയും പരിചയപ്പെടുത്തി, അതെങ്ങനെ ചെയ്യണമെന്ന് പരിചയപ്പെടുത്തി. അവസാനം പറഞ്ഞു, ഇത് തിന്നുന്നവൻ ഇതിനാൽ ജീവിക്കും എന്നുള്ള ശുശ്രൂഷയെ അവൻ സ്ഥാപിച്ചു. ഇത് യോഗ്യമായി ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ വ്യവസ്ഥകളും വചനങ്ങളും ഒക്കെ നമ്മൾ ഈ സമയങ്ങളിൽ കേട്ടു. ഇങ്ങനെ ചെയ്യുന്നവരുടെ രക്തത്തിൽ നമ്മളുടെ രക്തത്തിലേക്ക് മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുമ്പോൾ രക്തത്തിലേക്ക് ഇത് ആദ്യം നമ്മുടെ ആരോഗ്യമായും പിന്നീട് നമ്മുടെ രക്തമായും ഇത് മാംസമായും മാറുന്നത് പോലെ യേശുവിൻ്റെ മാംസവും യേശുവിൻ്റെ രക്തവും വിശുദ്ധീകരിക്കുന്നവരുടെ ഉള്ളിലേക്ക് വന്ന് അവർ ശുദ്ധി പ്രാപിക്കും എന്ന് നമ്മൾ കേട്ടു. അങ്ങനെ വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനമാണ് ശുദ്ധീകരിക്കുന്നതെന്ന് കേട്ടു. അങ്ങനെ യേശുവിൻ്റെ ബലിയെ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിച്ച് ആരാധിച്ച് അപ്പം മുറിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുന്നവൻ മരിക്കുമ്പോൾ അവനെ കൊണ്ടുപോകാൻ, അവൻ്റെ ജീവൻ ശരീരത്തിൽ നിന്ന് വിടുമ്പോൾ അവൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ, ജീവനെ കൊണ്ടുപോകാൻ ദൂതന്മാർ വരുമെന്നു. യേശുവിൽ അങ്ങനെ ആകാത്തവൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ ഭൂതങ്ങൾ വരുമെന്നും. ദൂതന്മാർ വരുമ്പോൾ ആ ആത്മവ്യക്തികളെ പറുദീസയിലേക്ക്, അബ്രഹാമിൻ്റെ മടി എന്ന വിശ്രമ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്നും. ഭൂതങ്ങൾ വന്നാൽ പാതാള ജയിലിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നു. ഇങ്ങനെ കർത്താവിൻ്റെ വരവ് വരെ ഇത് സംഭവിക്കുമെന്നും. കർത്താവിൻ്റെ വരവിങ്കൽ ഈ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുമെന്നും. ക്രിസ്തുവിൽ വിശുദ്ധരായി ജീവിക്കുന്നവർ, മരിച്ചവർ അവർ ഉയർത്തെഴുന്നേക്കുമെന്നും ഒക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടത്. ഇനി ഇതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ മുന്നോട്ട് അടുത്ത ക്ലാസ്സുകളിൽ പറയാൻ, അടുത്ത വീഡിയോകളിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു മുഴു ചരിത്രമായിട്ട് കടന്നു വന്നതിനെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. അന്ന് ആദവും ഹൗവയും ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ജീവാത്മാവായിരുന്നത് പോലെ ഇന്ന് യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിച്ച് ആരാധിച്ച് അപ്പം മുറിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവൻ യഥാർത്ഥത്തിൽ ആത്മാവ് തന്നെയാണ്. ഈ ആത്മാവിന് ശരീരത്തിന് മരണമുണ്ട്, പക്ഷേ ആത്മാവിന് മരണമില്ലാത്തതുകൊണ്ട്, ജീവനും മരണമില്ലാത്തതുകൊണ്ട് ഈ ജീവാത്മാവ് ദൈവത്തിലേക്ക് പോകുകയും ഇങ്ങനെ ജീവാത്മാവല്ലാത്ത ആളുകൾ സാത്താൻ്റെ തടവറയിലേക്ക് പോകുമെന്നും അവരെ ഇനി വീണ്ടെടുക്കാൻ വേറൊരു പദ്ധതിയില്ലെന്നും സാത്താൻ്റെ തടവറയിൽ നിന്ന് ഒരു വിശ്രമ സ്ഥലത്തേക്ക് കയറ്റിവിടാൻ മതപരമായ ചടങ്ങുകളല്ലാതെ വചനപരമായ ചടങ്ങുകളില്ലെന്നും ഈ മതപരമായ ചടങ്ങുകൾ മനുഷ്യനുണ്ടാക്കിയതാണെന്നും അതിന് അടിസ്ഥാനമില്ലെന്നും വെറുതെ മത നേതാക്കന്മാർക്ക് ഉപജീവന മാർഗമാണെന്നും ഉള്ള ഭാഗമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചത്. അങ്ങനെയാണ് പ്രാർത്ഥിക്കാം. ഞാനിതിൽ ഏത് സെക്ഷനിൽ പെടും? എൻ്റെ ജീവൻ കർത്താവിൻ്റെ സമയത്ത് ഭൂമിയിൽ നിന്ന് വേർപെടുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ ദൂതന്മാർ വരുമോ, അത് എന്നെ കൊണ്ടുപോകാൻ ഭൂതങ്ങൾ വരുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ദൈവം വെച്ച സമയം കഴിയുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകുവാൻ ദൂതന്മാർ തന്നെ വരേണ്ടതിന് യോഗ്യമായതെല്ലാം ചെയ്യുവാൻ അത് ഞങ്ങൾ തന്നെ ചെയ്യേണ്ടതായതുകൊണ്ട്, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ ഞാൻ എന്നൊരു വ്യക്തി ചെയ്യേണ്ടതായതുകൊണ്ട്, എന്നെ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയും ആ വ്യക്തി ചെയ്യേണ്ടതായതുകൊണ്ട് അത് ചെയ്യുവാൻ ദൈവം അവരെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണശേഷം മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ അവരുടെ പണത്തിൻ്റെ ബലത്തിൽ പ്രാർത്ഥന ചെയ്തോ കറുത്ത തുണിയിൽ വെള്ളമൊഴിച്ചോ ഒന്നും കയറ്റിവിടാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യവും നടക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ എൻ്റെ കർത്താവെ, കല്ലറകളുടെ മുകളിൽ സ്രാവുകൾ മേടിച്ചിട്ട് അവിടെ നിന്ന് നിലവിളിക്കാതെ ജീവിച്ചിരിക്കുന്ന കാലത്ത് യോഗ്യമായി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കേൾവിക്കാരുടെ ഓരോരുത്തരെയും ഹൃദയങ്ങൾ തുറക്കട്ടെ എന്ന് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അവരുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ, അവർ സത്യങ്ങൾ ഗ്രഹിക്കട്ടെ, വചനവ്യവസ്ഥയിൽ ജീവിക്കട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.